ഞാൻ ഇങ്ങോട്ട് വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആസ്ട്രോണമിയെക്കുറിച്ച് പറയുകയുണ്ടായി. അത് നമ്മൾ ചൊവ്വയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നലെ പറഞ്ഞു. ഇനി നമ്മൾ വ്യാഴത്തെക്കുറിച്ച് പറയുകയാണ്. വ്യാഴം എന്ന് പറയുന്നത് നമുക്കറിയാം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ലാർജസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം. ആൻസർ എന്താണ്? ജൂപ്പിറ്റർ. വ്യാഴത്തിൻ്റെ ഇംഗ്ലീഷാണ് ജൂപ്പിറ്റർ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ജൂപ്പിറ്റർ. അതുപോലെ തന്നെ പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ ആണ്. ദ പ്ലാനറ്റ് ജൂപ്പിറ്റർ ഹാസ് മോസ്റ്റ് എസ്കേപ്പ് വെലോസിറ്റി. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ദ പ്ലാനറ്റ് ജൂപ്പിറ്റർ ഹാസ് മോസ്റ്റ് നമ്പർ ഓഫ് സാറ്റലൈറ്റ്. The planet Jupiter has most number of satellites. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുകൊണ്ട് വ്യാഴം ഏതു പേരിലറിയപ്പെടുന്നു? വ്യാഴം ഒരു പേരിലറിയപ്പെടുന്നു, ഉപഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. ദ ജൂപ്പിറ്റർ ഈസ് നോൺ ആസ് കിങ് ഓഫ് സാറ്റലൈറ്റ്സ്. ഉപഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വ്യാഴത്തെയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ വ്യാഴം ഏതു പേരിലറിയപ്പെടുന്നു? വ്യാഴം ഒരു പേരിലറിയപ്പെടുന്നുണ്ട്, ബൃഹസ്പതി. വ്യാഴത്തിൻ്റെ പേരാണ് ബൃഹസ്പതി. ജൂപ്പിറ്റർ ഈസ് നോൺ ആസ് ബൃഹസ്പതി. അതുപോലെ വ്യാഴത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗനീമേഡ് അല്ലെങ്കിൽ ഗാനീമേഡ്. ഗനീമേഡെന്നും പറയും, ഗാനീമേഡെന്നും പറയും. ഈ ഗാനീമേഡ് ആരാണ്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ്. ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് സോളാർ സിസ്റ്റം. ആൻസർ ഗനീമേഡ്. ഗനീമേഡ് ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ജൂപ്പിറ്റർ. ആ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് ഗനീമേഡ് അല്ലെങ്കിൽ ഗാനീമേഡ്. ഇനി നമ്മൾ ശനിയെക്കുറിച്ച് പറയുകയാണ്. ശനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വലിപ്പത്തിൽ 2ാം സ്ഥാനം അർഹിക്കുന്ന ഗ്രഹം ഏതാണ്? ശനിയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം.